നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ തെങ്ങേലി ശാഖയിൽ പണയമായി സ്വീകരിച്ച 125 പവനോളം വരുന്ന സ്വർണ്ണ ഉരുപ്പടികൾ ലോക്കറിൽ നിന്ന് കാണാതായിട്ട് ഒരു മാസം കഴിയുന്നു. പണയനിരക്ക് പ്രകാരം 38 ലക്ഷത്തോളം രൂപയുടെ സ്വർണമാണിത്. സഹകരണ സംഘം രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഓഡിറ്റിലാണ് സ്വർണം കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത്. പലരിൽ നിന്നായി സ്വീകരിച്ച പണയ ഉരുപ്പടികളാണിത്. തെങ്ങേലി ബ്രാഞ്ചിൽ ബാങ്കിന് ഒരു ജീവനക്കാരി മാത്രമാണുള്ളത്. ഓഡിറ്റിൽ കണ്ടെത്തിയ ഗുരുതരമായ ക്രമക്കേട് സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം ബാങ്ക് ഭരണസമിതിയെ ധരിപ്പിച്ചിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്യാൻ ഭരണസമിതി തീരുമാനിച്ചെങ്കിലും നടപടി വൈകുകയാണ്. കുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിൽ വായ്പ നൽകിയതിലും കെട്ടിടം നിർമ്മിച്ചതിലും ക്രമക്കേട് നടന്നതായി കഴിഞ്ഞ വർഷം സഹകരണ സംഘം രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. നിക്ഷേപ തുകയെടുത്ത് കെട്ടിടം നിർമ്മിച്ചതോടെ ബാങ്കിന്റെ ധനസ്ഥിതി മോശമായിരുന്നു. ക്രമവിരുദ്ധമായി വായ്പകളും നൽകി. രേഖകളൊന്നും കൃത്യമായി സൂക്ഷിക്കാത്തതിനാൽ പല വിവരങ്ങളും ബാങ്കിൽ നിന്നും ലഭ്യമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. കാലങ്ങളായി CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത്. പൊതുപ്രവർത്തകനായ ജി ജിത്തു പ്രതികരിക്കുന്നു. ഈ കുറ്റൂരെ സർവീസ് സഹകരണ ബാങ്കിൽ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള ആളുകളും കമ്മ്യൂണിസ്റ്റിൻ്റെ ആളുകൾക്കാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി എല്ലാ ബാങ്കുകളിലും നടക്കുന്ന പോലത്തെ ക്രമവിരുദ്ധമായ ലോൺ കൊടുപ്പുകളും മറ്റു കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഈ ബാങ്കിൻ്റെ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട ആൾക്കാർക്കല്ലാതെ പാർട്ടി നേതാക്കന്മാർക്ക് പല ആളുകൾക്കും അവിടെ ലോൺ കൊടുക്കുന്നുണ്ട്. ഇത് പല മാധ്യമങ്ങളിലും വന്നതാണ്. പിന്നീട് അതിനെപ്പറ്റിയൊന്നും ഒരറിവുമില്ല. നിലവായ ഭൂമികൾക്കൊക്കെ തന്നെയും നല്ല വില കാണിച്ചുകൊണ്ട് ബാങ്കിന് നഷ്ടം വരുന്ന രീതിയിൽ ഈ ലോണുകൾ പലതും കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വലിയൊരു സമുച്ചയം തന്നെ ബാങ്കാണെന്ന് പറഞ്ഞ് അവിടെ കെട്ടിപ്പണിതിട്ടുണ്ട്. അതിൻ്റെ വീടിനും നല്ല രീതിയിലുള്ള അഴിമതി നടക്കുന്നുണ്ട്. അതുപോരാഞ്ഞ് ഈ ഇടയ്ക്ക് തെങ്ങേലി ശാഖയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ നാട്ടുകാരുടെ പണയം വെച്ച സ്വർണ്ണപ്പണ്ടം മൊത്തം തന്നെ ഇവർ ക്രമവിരുദ്ധമായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ, കാരണം ഫണ്ടില്ലാത്ത കാരണം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ബാങ്കിൽ ചട്ടവിരുദ്ധമായി മാറ്റി വെച്ചിട്ടുമുണ്ട്. അപ്പം ഇങ്ങനത്തെ എല്ലാം തന്നെ അഴിമതി കുറ്റൂര് നടക്കുന്ന സമയത്തും വലിയ രീതിയിൽ ഒരു ജനവിരുദ്ധ പ്രവർത്തനം നടക്കുമ്പോഴത്തേക്കും വലിയ പ്രതികരണമൊന്നും തന്നെ ഇതിന് വരുന്നില്ല. ഇടയ്ക്ക് കുറച്ച് പ്രതികരണങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള സമരങ്ങളും ഒക്കെ നടക്കും. പിന്നെയും ഇത് അങ്ങ് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്.